കള്ളം പറഞ്ഞത് ആദിലെ നൂറയോ അതോ അനുമോളോ? യഥാർത്ഥത്തിൽ നടന്നത് എന്താണ്? യഥാർത്ഥ സത്യം നിങ്ങൾ കണ്ടതൊന്നുമല്ല. കൂടുതലത് അറിയുക എങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് പറയുന്ന പറഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ്. കുറച്ച് തിരക്കായതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്, എന്നോട് ക്ഷമിക്കുക. പിന്നെ എൻ്റെ തൊണ്ടയ്ക്ക് ഈ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തൊണ്ടവേദനയാണ്, നല്ല വേദനയാണ്. ഇപ്പോഴാണ് ഒന്ന് ക്ലിയർ ആയത്. അപ്പോൾ ഇന്ന് അനുമോൾ പൊട്ടി പൊട്ടി കരയുകയായിരുന്നു. ഇത് പറയുന്നതിന് മുന്നേ കഴിഞ്ഞ ദിവസം ഇതേ ഈ ആദില നൂറെ അക്ബറോട് തിരി കൊളുത്തുന്നുണ്ടായിരുന്നു. ആദില, നൂറ, ശൈത്യ ഇവരെല്ലാം കൂടെ അനുവിൻ്റെ കുറ്റം പറയുന്നുണ്ട്. അതിൽ അക്ബറോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അക്ബർ എടുത്ത് മിണ്ടായിരുന്നു അനുമോൾ സമ്മതിക്കുകയില്ല, അനുമോൾ കാരണമാണ് ഞങ്ങൾ മിണ്ടാതിരുന്നതെന്ന് നിരന്തരമായി അക്ബറെ കുറ്റം പറഞ്ഞുകൊണ്ട് രണ്ട് വ്യക്തികളാണ് ആദില, നൂറ്. അത് ഷാനവാസിന് നന്നായിട്ട് അറിയാം. ഷാനവാസും പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ അക്ബറെ കുറിച്ച് ഷാനവാസിനോട് ഒരു ആദില മോശമായി സംസാരിച്ചത്. അതേ വ്യക്തികൾ അനുമോൾക്കെതിരെ അനുമോൾ പറഞ്ഞിട്ടാണ് എന്നും പറഞ്ഞ് ഇത് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് അവിടെ വെച്ച് തന്നെ പറഞ്ഞ സംഭവമാണ് അക്ബറോട് പറയുന്നുണ്ട്. വെളിയിൽ ആദില പുറത്താകുമ്പോൾ വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരു പേപ്പറിൽ PR-ന്റെ നമ്പർ അക്ബർക്ക് ഒന്ന് വിളിച്ച് പറയണം, അക്ബറെ കുറിച്ച് ഒന്ന് വിളിച്ച് പറയണമെന്ന് എന്ന് പറയുന്നുണ്ട്. പിന്നെ ആദില അപ്പോൾ അവിടെ വെച്ച് തന്നെ അക്ബർ അങ്ങോട്ട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും കൂടെ അക്ബറെ വേണ്ട പറയണ്ടെന്നും പറഞ്ഞത് വിട്ടതാണ്, ആ സംഭവം വിട്ടതാണ്. പിന്നെ ആദില അക്ബറോട് പറയുന്നുണ്ട് എന്താണെങ്കിലും പോകുന്നതിന് മുന്നേ എല്ലാം തീരുമാനിച്ചിട്ട് ഇവിടുന്ന് പോകുള്ളൂ, ഒരു കാരണവശാലും അനുമോൾ ജയിക്കരുത് എന്ന് മിനിഞ്ഞാന്ന് ആദില നൂറേയും കൂടെ അക്ബറോട് പറയുന്നുണ്ട്. അത് അക്ബറെ എരികേറ്റി വിടുകയായിരുന്നു ചെയ്തത്. ഇന്ന് എല്ലാവരും അനുമോൾക്കെതിരെയായി. അനുമോൾ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. അനുമോൾ പറഞ്ഞിട്ടില്ലായിരുന്നു. ടിഷ്യൂ പേപ്പറിൽ PR-ന്റെ നമ്പർ എഴുതി കൊടുത്തു. അനുമോൾ ഇന്നലെ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, എടി നിങ്ങൾ അതിലൊക്കെ ഞാൻ എൻ്റെ നമ്പർ എഴുതി കൊടുത്ത് എന്നിട്ട് എൻ്റെ വീട്ടിലെ നമ്പർ കൊടുത്ത് ചേച്ചിയുടെ ആരണ്ട കൊടുത്തെന്ന് പറഞ്ഞ് അവരെ ഒന്ന് വിളിച്ചിട്ട് എൻ്റെ ഇവിടുത്തെ എനിക്ക് സുഖമാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു സംഭവം വരുന്നതിന് മുന്നെയാണ് ലക്ഷ്മി പറയുന്നുണ്ട് അവരുടെ നമ്പർ എനിക്കും തന്നു, ആദിലയുടെ നമ്പർ എനിക്കും തന്നു, എൻ്റെ നമ്പരും ഞാൻ ആദിലേക്കും കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ കൊടുത്തത് അനുമോളുടെ നമ്പറാണ്. എന്നിട്ട് അനുമോൾ പറയുന്നത് എനിക്ക് PR-ന്റെ നമ്പറൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് അവിടെ വെച്ച് കരഞ്ഞ് പറയുന്നുണ്ട്. ഇന്ന് ആര് കേൾക്കാൻ, എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ ആദിലെ നൂറയും കൂടെ നടത്തിയ പൊറോട്ട നാടകമാണ്. അക്ബർക്കെതിരെ അനുമോൾക്കെതിരെ അക്ബറെ ആദ്യം തിരിച്ചു. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ഒരു ബോംബ് പൊട്ടിച്ചു. ഈ ഇറങ്ങിയ സമയത്ത് ഈ ആദില പറയുന്നുണ്ട് പൊട്ടിക്കട്ടെ എന്ന്. അപ്പോൾ നൂറ പറഞ്ഞ് വേണ്ട എന്ന്. പിന്നെ വേറൊരു വലിയ തെളിവ് സോഷ്യൽ മീഡിയ ഓടുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അനുമോൾ ഭയങ്കര കരയുകയും ഒക്കെ ചെയ്തു. നൂറ മിണ്ടുന്നില്ല. നൂറ പോയി ഒരു മൂലയിൽ പോയി ഇങ്ങനെ ഇരിക്കുക, അന്തമുത്ത കുന്തം പോലെ ഇരിക്കുകയാണ്. നൂറ അനങ്ങുന്നില്ല. നൂറ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും മാറിയ സമയത്ത് ഇവർ പറയുന്നുണ്ട് ടിഷ്യൂ പേപ്പർ അവർ തന്നെ ആ ടിഷ്യൂ എഴുതി തന്ന നമ്പർ ഞങ്ങൾ കൊണ്ട് കളഞ്ഞു എന്ന് പറയുന്നുണ്ട് ആദില. ഈ നൂറ ആ സമയത്ത് പോയി അവിടെ പോയി കട്ടിലടിയുന്നാണോ എവിടുന്നാണോ ഒരു ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് പോയി എടുത്തുകൊണ്ട് പെട്ടെന്ന് അതുകൊണ്ട് കളയാൻ പോകുന്നുണ്ട്. അത് അനുമോളുടെ നമ്പറാണ്. അനുമോൾ നമ്പർ ഞാൻ എൻ്റെ ഫോൺ നമ്പർ അവർക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇറങ്ങിയ വിളിക്കണമെന്ന് ഭയങ്കര കാര്യമായിട്ട് ഇവർ പിണങ്ങിയ സമയത്താണ് ലക്ഷ്മിയോട് ഇതേ വിവരം അനുമോളോട് ഇന്ന് പറയുന്നത്. എന്തൊരു ഇതാണ്, ഒരു മത്സരാർത്ഥി തോൽപ്പിക്കാൻ കള്ളത്തരം പറഞ്ഞ് ഈ ആദിലയ്ക്ക് എന്ത് കിട്ടി? നൂറ ജയിക്കുമെന്നാണോ അതിലടിയത്? നൂറയ്ക്കൊക്കെ വോട്ട് തീരെ കുറവാണ്. എന്തിനാണ് നിങ്ങളിങ്ങനെ മറ്റുള്ളവരെ കാണിക്കാനാണോ? അക്ബർ എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ PR. ഈ അക്ബർക്ക് PR ഇല്ലേ? അനീഷിന് വരെ PR ഉണ്ടെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തലുണ്ടായി. അക്ബർക്ക് PR ഇല്ലേ? അവിടെ കയറിയ എല്ലാ കണ്ടസ്റ്റൻസിനും PR ഉണ്ട്. എനിക്കറിയാൻ സാധിച്ചത് നെവിന് മാത്രം PR ഇല്ല എന്ന് നെവിന് പൈസയൊന്നുമില്ലായിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും PR ഉണ്ട്. ബിന്നിക്ക് വരെ ഉണ്ടായി എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. എന്നിട്ട് ഈ അനുമോളെ മാത്രം എന്തുകൊണ്ട് കുറ്റം പറയുന്നു? ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ പറയാൻ പോകുന്നത് ഒരിക്കലും അവൾ ജയിക്കാൻ പാടില്ല എന്ന് ആദില അക്ബറോട് പറയുന്നുണ്ട്.
എന്താണേലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്നും അക്ബറോട് ആദില പറയുന്നുണ്ട്. അപ്പം തന്നെ അറിയാം അനുമോളെ തോൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം കഥ ചമച്ചതാണ് ഈ ആദിലയും നൂറയും ഒക്കെ. അക്ബർ അവിടെ കിടന്ന് ഭയങ്കര കരയുന്നുണ്ട്. അനുമോൾ മിണ്ടാത്ത വെച്ച് എന്നിട്ടൊന്നും സമ്മതിക്കുന്നില്ല. എന്തോ വലിയ ഇത് അക്ബർ കണ്ടോ? ഇവളുമാർ പറഞ്ഞെന്ന് മാത്രമല്ലേ ഉള്ളൂ അക്ബർ കാണുന്നുള്ളൂ. അക്ബർ ഇത് കണ്ടിട്ടില്ല. അനുമോൾ പറഞ്ഞിട്ടൊന്നും അക്ബർ കൂട്ടാക്കും. നിന്നോട് എനിക്ക് സംസാരിക്കേണ്ടെന്നും പറഞ്ഞ എന്തെല്ലാം എന്നിട്ട് പറയുന്നുണ്ട്. ഇത്ര ചീപ്പ് ഗെയിം കളിക്കരുത്. ഏറ്റവും കൂടുതൽ ചീപ്പ് ഗെയിം കളിച്ചതും മറ്റുള്ളവരെ സങ്കടപ്പെടുത്തിയതും അക്ബർ തന്നെയാണ്. ഇതൊന്നും ചെയ്യാത്തൊരു പെണ്ണിനെ മനഃപൂർവ്വം എല്ലാവരും കൂടെ ഇട്ട് കരുവാരിത്തേക്കുമ്പോൾ സത്യം പറയുക, നിങ്ങൾ ഒരു PR-നെ വെറും നോക്കരുത്. നിങ്ങൾക്ക് അനുവിനെ ഇഷ്ടമാണെങ്കിൽ അനുവിനെ വോട്ട് ചെയ്യുക. ഷാനവാസിന് ഇഷ്ടമാണ് ഷാനവാസിന് വോട്ട് ചെയ്യുക. പിന്നെ അനീഷിന് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അനീഷ് വോട്ട് ചെയ്യാം. അല്ലാതെ ഇവർ അതിനകത്ത് കാണിക്കുന്ന പൊറോട്ട നാടകം വെച്ച് നിങ്ങൾ ആരും ജഡ്ജ് ചെയ്യരുത്. അപ്പോൾ എൻ്റെ കൊച്ചു വീട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.